സംസ്ഥാനത്ത് നിലനിന്ന അതിതീവ്ര മഴ മുന്നറിയിപ്പ് പിൻവലിച്ചു. എന്നാൽ അതിശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. അതേസമയം സംസ്ഥാനത്തെ കാലവർഷക്കെടുതിയിൽ 26 പേർ മരിച്ചുവെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ അനുവദിച്ചുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 462 ക്യാമ്പുകളാണ് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത്. അതിൽ 27,048 പേര് ക്യാമ്പിലുണ്ട്. അതിൽ പത്തനംതിട്ടയിലെ 157, ആലപ്പുഴയിലെ 81, കോട്ടയത്ത് 154. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട 3 ജില്ലകളിൽ ഏറ്റവും കൂടുതൽ ക്യാമ്പുള്ളത്. മറ്റതെല്ലാം 10 ബന്ധപ്പെട്ട് മാത്രമാണുള്ളത്. നമുക്ക് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള മരണങ്ങൾ 26 ആണ്. 11 പേർക്ക് അപകടം പറ്റിയിട്ടുണ്ട്. 4 പേര് മിസ്സിംഗ് ആണ്. അതുപോലെ 1882 ഹെക്ടർ കൃഷി സ്ഥലത്ത് നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഒരു 67.44 കോടി രൂപ ഇപ്പോഴത്തെ പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് നഷ്ടം ഉണ്ടായിട്ടുണ്ട്. മരണപ്പെട്ടവർക്ക് 8 ലക്ഷം രൂപ, 4 ലക്ഷം രൂപ SDRFിൽ നിന്നും, 2 ലക്ഷം രൂപ CMDRFിൽ നിന്നും, 2 ലക്ഷം രൂപ PMNRFിൽ നിന്നും ഉൾപ്പെടെ 8 ലക്ഷം രൂപ മരിച്ചവർക്ക് കൊടുക്കും. മരിച്ചവരുടെ സംസ്കാര കർമ്മങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു 10,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിശദാംശങ്ങളുമായി ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ഷീജ, ഇന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം വാർത്താ സമ്മേളനത്തിലാണ് ഇപ്പോഴത്തെ ഈ അടിയന്തര സാഹചര്യത്തിൽ സർക്കാർ എടുത്തിട്ടുള്ള തീരുമാനങ്ങളും നടപടികളുമൊക്കെ മുഖ്യമന്ത്രി വിശദീകരിച്ചത്. ഒപ്പം തന്നെ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ വലിയ പാളിച്ചകൾ സംഭവിക്കുന്നു, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ വേണ്ടത്ര സൗകര്യങ്ങളില്ല എന്ന് ദുരന്ത ബാധിതർ തന്നെ മാധ്യമങ്ങളോട് പറയുന്നു. ഈ സാഹചര്യവുമുണ്ട്. ഇതെല്ലാം ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം വന്ന വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയുടെ മുമ്പിലെത്തിയോ? എന്തായിരുന്നു വിശദീകരണം? തീർച്ചയായും ശരത്, ഏതായാലും ഇന്നത്തെ ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരമാണ് ഈ കാലവർഷക്കെടുതിയിൽ 26 മരണം എന്നുള്ളത് മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിന് ശേഷം വിശദീകരിച്ചത്. അതോടൊപ്പം തന്നെയാണ് ഇനി ഏതൊക്കെ രീതിയിൽ പുതിയ പദ്ധതികളുമായി, പ്രത്യേകിച്ചും ഡാമുകളിലെയും നദികളിലെയും ഒക്കെ മണ്ണും അതോടൊപ്പം തന്നെ എക്കലും ചെളിയും അടക്കം നീക്കം ചെയ്യുന്നതിന് വേണ്ടിയുള്ള പുതിയ പദ്ധതികൾ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ടതടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി വിശദീകരിച്ചു. അപ്പോഴാണ് മാധ്യമപ്രവർത്തകർ പ്രധാനമായും ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ ഏറ്റവും പ്രധാനം പത്തനംതിട്ടയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ ദുരവസ്ഥയാണ്. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിച്ചത്. അതിന് മുഖ്യമന്ത്രി ആദ്യം നൽകിയ മറുപടി എന്ന് പറയുന്നത്, ഒരു ദുരിതാശ്വാസ ക്യാമ്പിലും ഒരു പ്രശ്നങ്ങളുമില്ല, എല്ലായിടത്തും ഭക്ഷണവും വെളിച്ചവും മരുന്നും ലഭ്യമാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹത്തിന് മുന്നിൽ ഉദാഹരണങ്ങൾ സഹിതം പറഞ്ഞു. ചില ക്യാമ്പുകളിൽ പക്ഷേ കഴിഞ്ഞ ദിവസം രാത്രി വരെയും വെളിച്ചമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, ഭക്ഷണം എത്തിയിട്ടില്ല, മരുന്ന് എത്തിയിട്ടില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ അങ്ങനെയുള്ള തുടർ ചോദ്യങ്ങളെ അദ്ദേഹം പാടെ അവഗണിക്കുന്നതാണ് പിന്നീട് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നിരവധി ദുരിതാശ്വാസ ക്യാമ്പുകളുടെ പേരടക്കം നമ്മൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷേ അതൊന്നും തന്നെ കേൾക്കാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല എന്നുള്ളതാണ്. അതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റ് 2 വിഷയങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, ജിനീഷിന്റെ പ്രത്യേകിച്ചും ജിനീഷ് ഉൾപ്പെടെയുള്ള MLA-മാരെ വിളിച്ചിട്ടില്ല എന്നുള്ളൊരു പരാതി. അതിൽ അദ്ദേഹം നൽകിയൊരു ന്യായീകരണം എന്ന് പറയുന്നത്, താൻ അങ്ങനെ എല്ലാ MLA-മാരെയും വിളിച്ച് അവിടെ ഒരു യോഗം ചേരാൻ പോയതല്ല, എല്ലാ മണ്ഡലങ്ങളിലും പോകാൻ പോയ ആളല്ല, അതുകൊണ്ട് തന്നെ പ്രത്യേകമായി ചില ഇടങ്ങൾ മാത്രം കേന്ദ്രീകരിച്ചാണ് പോയിട്ടുള്ളത്. കുട്ടനാട് MLA-യുടെ പരാതി അത് അദ്ദേഹം രാവിലെ തന്നെ പറഞ്ഞിരുന്നു, റെജി ചെറിയാൻ, അതായത് മുഖ്യമന്ത്രിയെയോ റവന്യൂ മന്ത്രിയെയോ വിളിച്ചാൽ ഫോണിൽ പോലും ലഭിക്കുന്നില്ല എന്നുള്ളത്. അതിന് ഒരു ന്യായീകരണം എന്നുള്ളത് അദ്ദേഹത്തെ ആക്ഷേപിച്ചുകൊണ്ടുള്ളൊരു മറുപടിയാണ് നൽകിയിട്ടുണ്ടായിരുന്നത് മുഖ്യമന്ത്രി. അതായത് അത് താൻ മന്ത്രിസഭാ യോഗത്തിലായിരുന്നു, അതുകൊണ്ടാണ് എടുക്കാൻ കഴിയാതെ പോയത് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഈ വിഷയങ്ങളിൽ ഒന്നും തന്നെ, അതായത് ദുരിതാശ്വാസ ക്യാമ്പുകൾ സംസ്ഥാന വ്യാപകമായി പലയിടങ്ങളിലുണ്ട്, പലതും വളരെ മോശം അവസ്ഥയിലുണ്ട്. അതിലൊന്നും ഒരു തരത്തിലുള്ള ഇടപെടലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു വിമർശനം ഉയരുന്നൊരു പശ്ചാത്തലത്തിലാണ് ഇതടക്കമുള്ള കാര്യങ്ങൾ മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രിയോട് ചോദിച്ചത്. പക്ഷേ ഇതിനൊന്നും തന്നെ അതിൻ്റെതായ ഗൗരവത്തിൽ ഉൾക്കൊണ്ടുള്ളൊരു മറുപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ്. അതെ, ഷീജ പറഞ്ഞതുപോലെ അത് വളരെ നിർഭാഗ്യകരമായ ഒരു സാഹചര്യമാണ്. കാരണം മാധ്യമങ്ങളിലൂടെ ഈ ദുരന്തബാധിത മേഖലകളിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമപ്രവർത്തകർ, അവരോട് ജനങ്ങൾ സംസാരിക്കുന്നതിൽ നിന്നാണ് ഇക്കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ മുമ്പാകെ കൊണ്ടുവരുന്നത്. അപ്പോൾ ആ വിവരങ്ങൾ കേട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് സർക്കാർ സംവിധാനത്തിൽ
കൂടെ ലഭിക്കുന്ന വിവരങ്ങൾക്ക് വിരുദ്ധമാണ് മാധ്യമപ്രവർത്തകർ പങ്കുവെക്കുന്ന വിവരങ്ങളെങ്കിൽ അത് കേൾക്കുക, അത് കേട്ടുകൊണ്ട് പരിശോധിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക, അതിലിടപെടുക. ഇതൊക്കെയാണ് സാധാരണ ഇത്തരം സാഹചര്യം വന്നാൽ ചെയ്യാറുള്ള രീതികൾ ഇതാണ്. പക്ഷേ ഇത് അദ്ദേഹം കേൾക്കാൻ പോലും തയ്യാറാകുന്നില്ല എന്ന് പറയുന്നത് നിർഭാഗ്യകരമായ ഒരു സാഹചര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഇപ്പോൾ പത്തനംതിട്ട ജില്ല വളരെ പ്രത്യേകമായി തന്നെ കാണേണ്ടതാണ്. അവിടെ പ്രവർത്തിക്കുന്ന, അവിടെ റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരുടെ തന്നെ ചില FB പോസ്റ്റുകളൊക്കെ വലിയ ചർച്ചയായിട്ടുണ്ട്. ആറന്മുളയിലെ ഒരു പ്രദേശത്തേക്ക് മുഖ്യമന്ത്രി എത്തുന്നു, വന്ന് മിനിറ്റുകൾ കൊണ്ട്, കേവലം 2-3 മിനിറ്റുകൾ കൊണ്ട് തന്നെ അവിടെ നിന്നും മടങ്ങുന്നു. അതുപോലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അദ്ദേഹം എത്തുമെന്ന അറിയിപ്പ് കിട്ടി, അവരൊക്കെ കാത്തു നിൽക്കുന്നു മുഖ്യമന്ത്രിയെ കാണാൻ, അവരുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും പറയാൻ. പക്ഷേ അവിടേക്കൊന്നും പോകുന്നില്ല, അവർ തന്നെ മാധ്യമങ്ങളോട് പറയുന്നു. ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. റവന്യൂ വകുപ്പിൻ്റെ ഏകോപനം പരാജയപ്പെടുന്നു. റവന്യൂ മന്ത്രി എവിടെയാണ് ഈ വിഷയങ്ങളിൽ വ്യക്തതയോടെ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും ഒക്കെ ജനങ്ങളോട്, മാധ്യമപ്രവർത്തകരോട് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കുമായിരുന്നു. വ്യക്തതയോടെ കാര്യങ്ങൾ വേണ്ട ഡയറക്ഷൻസ് തരുമായിരുന്നു. റവന്യൂ മന്ത്രി ആ നിലയിൽ പലപ്പോഴും ഈ ചിത്രത്തിൽ പോലും ഇല്ലാത്ത അവസ്ഥയുണ്ടാകുന്നു. ഏകോപനം പാളുന്നു. തദ്ദേശ ഭരണ വകുപ്പിൻ്റെ സംവിധാനങ്ങൾ എവിടെ? റവന്യൂ വകുപ്പിൻ്റെ സംവിധാനങ്ങൾ എവിടെ? സർക്കാർ ഏകോപനം എവിടെ? ഈ ചോദ്യങ്ങൾ ഇങ്ങനെ വളരെ സജീവമായി നിൽക്കുമ്പോൾ ഈ സമീപനം അത് അങ്ങേയറ്റം നിർഭാഗ്യകരമാണ്. മാധ്യമപ്രവർത്തകർക്കും ഇന്നത് ഏറെ അനുഭവപ്പെട്ടു എന്നാണോ? തീർച്ചയായും ശരത്ത്, അതിലൊരു തരത്തിലുള്ള തർക്കമില്ല. കാരണം പലതരത്തിൽ അദ്ദേഹത്തോട് ഈ വിഷയങ്ങൾ ചോദിച്ചു. ഞാൻ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു 4-ലധികം തവണ അദ്ദേഹം ഈ ഒരു വിഷയത്തിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ നമ്മൾ ചോദിക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം ആ ചോദ്യത്തെ തന്നെ പാടെ അവഗണിക്കുകയായിരുന്നു. കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് അവസാനം ഈ വാർത്താ സമ്മേളനം അവസാനിക്കുന്നതിന് മുൻപും അദ്ദേഹത്തോട് സൂചിപ്പിച്ചത്, ചില പ്രത്യേകമായി നമ്മുടെ ശ്രദ്ധയിൽ വന്ന ക്യാമ്പുകളുടെ വിവരങ്ങൾ നൽകാം അങ്ങേക്ക്, അതിൽ ഒന്ന് പരിശോധന നടത്തണം എന്നൊരാവശ്യം പോലും മുന്നോട്ട് വെച്ചു. പക്ഷേ അതുപോലും കേൾക്കാൻ കൂട്ടാക്കാത്ത തരത്തിലുള്ളൊരു നിലപാട്, ആ രീതിയിലുള്ളൊരു സമീപനമായിരുന്നു മുഖ്യമന്ത്രിയുടേത് എന്നുള്ളത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ് എന്നുള്ളതിൽ അപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല ശരത്ത്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തരത്തിൽ സർക്കാരിൻ്റെ ഏകോപനത്തിൽ വീഴ്ചയുണ്ടാകുന്നുണ്ട്. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു കണക്ക് പുറത്തുവിടുമ്പോൾ റവന്യൂ മന്ത്രിയുടെ ഓഫീസ് മറ്റൊരു തരത്തിലുള്ള കണക്ക് പുറത്തുവിടുന്നു. അത് തന്നെ വലിയ ചർച്ചയായപ്പോഴാണ് പിന്നീട് ഈ കണക്കുകൾ ഒരു കേന്ദ്രത്തിൽ നിന്ന് മാത്രമായി പുറത്തു വരാൻ തുടങ്ങിയത്. ഇപ്പോൾ തന്നെ പല ദുരിതാശ്വാസ ക്യാമ്പുകളിലും റവന്യൂ വകുപ്പിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും ഏകോപിച്ചുള്ള പ്രവർത്തനം അതുപോലും നടക്കാത്ത ഒരു സാഹചര്യമാണ്. അതുകൊണ്ടാണ് ഏറ്റവും പ്രധാനം പത്തനംതിട്ടയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ വലിയ തോതിലുള്ള ദുരിതം തന്നെയാണ് അവിടെ ഈ ക്യാമ്പുകളിൽ കഴിയുന്നവർ അനുഭവിക്കേണ്ടി വരുന്നത്. ശരത്ത്. ഷീജ, ഇന്നത്തെ വാർത്താ സമ്മേളനം ഇതുപോലൊരു ദുരന്ത മുഖത്ത് കേരളം നിൽക്കുമ്പോൾ ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി അക്കാര്യങ്ങൾ ജനങ്ങൾക്ക് ആത്മവിശ്വാസം പകർന്നും സർക്കാർ സംവിധാനങ്ങളും ഉദ്യോഗസ്ഥരും ഒരു വീഴ്ചയുമില്ലാതെ വളരെ ചിട്ടയോടെ പ്രവർത്തന രംഗത്ത് ഇറങ്ങാനും ഒക്കെ വേണ്ടിയുള്ള വലിയ ഊർജം പകരുന്നതാണ്, വളരെ ഗൗരവമുള്ളതാണ്. പക്ഷേ അപ്പോഴൊക്കെ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിച്ചാൽ അദ്ദേഹം മുൻവിധിയോടെ ഇതിനെ സമീപിക്കുന്നു എന്ന പ്രധാന പ്രശ്നം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് പറയാതെ വയ്യ. അതാണിപ്പോൾ ഷീജ സൂചിപ്പിക്കുകയും ചെയ്തത്.